ഹായ്, ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് LSGS പ്രിലിംസിലും മെയിൻസിലും വരുന്ന ഒരു QUT വരുന്ന ഒരു ടോപ്പിക് ആണ് ഇംപ്രൂവ്മെന്റ്സ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. അപ്പൊ അതെങ്ങനെയാണ്? ഇപ്പൊ നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഫുഡ് പ്രൊഡക്ഷൻ നടക്കുന്നത്. അതിന്റെ കുറെ സ്ട്രാറ്റജീസ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതൊക്കെ തന്നെയാണ് നമ്മൾ ഇപ്പോഴും പറയുന്നത്. ഈ ഒരു ടോപ്പിക് LSGS പ്രിലിംസിലും അതുപോലെ തന്നെ മെയിൻസിലും ഉണ്ട്. അപ്പം എങ്ങനെയൊക്കെയാണ് ഈ ഫുഡ് പ്രൊഡക്ഷനിൽ വരുന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഇപ്പം ഹ്യൂമൻ പോപ്പുലേഷന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഫുഡ് പ്രൊഡക്ഷനും അത്രത്തോളം കൂട്ടേണ്ടത് ഒരു ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ ഫുഡ് പ്രൊഡക്ഷൻ ഹ്യൂമൻ പോപ്പുലേഷൻ സൈസ് അനുസരിച്ച് തന്നെ നമ്മൾ ഫുഡ് പ്രൊഡക്ഷനും കൂട്ടിക്കൊണ്ട് വരണം. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അത്രയും ഹ്യൂമൻസിനെ ഒരിക്കലും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അവിടെ ഒരുപാട് ടെക്നിക്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ഫുഡ് പ്രൊഡക്ഷൻ ആ ഒരു ഫീൽഡിൽ. അപ്പൊ എന്തൊക്കെ ന്യൂ ടെക്നിക്സ് ആണ് ഈ ഒരു ഫീൽഡിൽ നടത്തുന്നത്, അപ്പം അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. With ever increasing population of the world, enhancement of food production is the major necessity. Biological principles as applied to animal husbandry and plant breeding have a major role in our efforts to increase food production. Several new techniques like embryo transfer technology and tissue culture techniques are going to play a pivotal role in further enhancing the food production. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഇപ്പം ആനിമൽ ഹസ്ബൻഡറി അതുപോലെ പ്ലാന്റ് ബ്രീഡിങ്, അതൊക്കെ യൂഷ്വലി നമ്മൾ ചെയ്തു വന്നിരുന്ന കുറച്ച് സ്ട്രാറ്റജീസ് ആയിരുന്നു. അതുപോലെ തന്നെ പുതിയ ടെക്നിക്സ് ആയിട്ടുള്ള എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജിയും ടിഷ്യൂ കൾച്ചർ ടെക്നിക്കും ഒക്കെ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നുണ്ട് ഫുഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. ഇപ്പം ഏറ്റവും ഫസ്റ്റ്, അതായത് സിവിലൈസേഷൻ ആ ഒരു സമയത്തെ നമുക്ക് പറയാം ആനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോസസ്സ് ചെയ്തിരുന്നു. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. ആനിമൽ ഹസ്ബൻഡറി ഈസ് ദ അഗ്രികൾച്ചറൽ പ്രാക്ടീസ് ഓഫ് ബ്രീഡിംഗ് ആൻഡ് റേസിംഗ് ലൈഫ് സ്റ്റോക്ക്. അതായത് നമുക്ക് ആവശ്യമുള്ള ആനിമൽസിനെ എന്ത് ചെയ്യുക, ബ്രീഡ് ചെയ്തെടുക്കാം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം നമുക്ക് വേണ്ടത് ചിക്കൻസ് ആണെന്നുണ്ടെങ്കിൽ അവരെ തന്നെ ബ്രീഡ് ചെയ്യാം. അതുപോലെ തന്നെ ചില സ്പീഷീസ് ഉണ്ട്, ഇപ്പം കാട അതുപോലെ ഡക്ക് അങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അവരെ തന്നെ ബ്രീഡ് ചെയ്യിപ്പിക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ആനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലോട്ടാണ് ഈ ഒരു അപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നത്. നമുക്ക് ആവശ്യമുള്ള ആനിമൽസിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതുവഴി ഒരുപാട് എണ്ണത്തിനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഇപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് ആനിമൽ ഹസ്ബൻഡറി എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും വരുന്നത് ഈ കൗസ്, പിഗ്സ്, ഹോഴ്സസ്, കാറ്റില്, ഷീപ്പ്, കാമൽസ്, ഗോട്ട്, അതൊക്കെയാണ്. ഓക്കെ, ഇനി ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ചിക്കൻസ്, ഡക്ക്, കാട അതുപോലെയുള്ള സംഭവങ്ങൾ, ടർക്കീസ്, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രീഡ് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പൊ അതിന് നമ്മൾ പറയുന്ന പ്രത്യേക തരം ഒരു ഫീൽഡ് ഉണ്ട്, അതാണ് പോൾട്രി ഫാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെയും എന്തിലാണ് വരിക, പോൾട്രി ഫാമിങ്ങിൽ. ആനിമൽ ഹസ്ബൻഡറി എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും വരുന്നത് കൗസ്, പിഗ്സ്, ഹോഴ്സസ്, കാറ്റില്, ഷീപ്പ്, കാമല്, ഗോട്ട്, അതൊക്കെയാണ്. ഇനി കൗ എന്ന് പറയുമ്പോഴും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫീൽഡ് വരുന്നുണ്ട്, ഡയറ്ററി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഡയറ്ററി മാനേജ്മെന്റ് എന്ന് പറയുന്നതും ഇതുപോലെയുള്ള ഡയറി മാനേജ്മെന്റ് എന്ന് പറയുന്നതും ഇതുപോലെ കൗസിനെ സ്പെസിഫൈ ചെയ്തുകൊണ്ട് ബ്രീഡ് ചെയ്യിപ്പിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഇനി ഇപ്പം ഇതൊക്കെയും ചെയ്യുന്നത് ഹ്യൂമൻ പോപ്പുലേഷൻ എന്ത് ചെയ്യാനാണ്, അവർക്കുള്ള ഫുഡ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. ഇനി പോൾട്രി ഫാമിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫിഷറീസ് എന്താ, അപ്പൊ അവിടെ എന്താണ് ചെയ്യുക, ഫിഷസിനെയാണ് ബ്രീഡ് ചെയ്യിക്കുന്നത് അല്ലെങ്കിൽ റയർ ചെയ്യിക്കുന്നത്. ഇനി സിൻസ് ടൈം immemorial, animals like bees, silkworm, prawns, crabs, fishes, birds, pigs, cattle, sheep and camels have been used by humans for products like milk, egg, meat, wool, silk and honey. ഇപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ നമ്മൾക്ക് ഇതിൽ നിന്ന് ഇപ്പൊ ഡയറി ഫാമിങ്, അതുപോലെ പോൾട്രി ഫാമിങ്, പിന്നെ ഫിഷറീസ്, ഇത് മാത്രമല്ല ഇപ്പൊ വേറെയും കുറെ പ്രോഡക്ട്സ്, വേറെയും ഓർഗാനിസംസ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. മെയിൻ ആയിട്ടും വരുന്ന ഒന്ന് ഹണി, നമുക്ക് ബേസ് നിന്നാണ് കിട്ടുന്നത്. അപ്പൊ അവരിനെ എന്ത് ചെയ്യണം, റെയർ ചെയ്യണം. അപ്പൊ അതിനും വേണ്ടിയിട്ടുള്ള ഒരുപാട് ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെയും വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. അപ്പൊ എങ്ങനെയാണ് ഇതൊക്കെയും ചെയ്യുന്നത്, അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. മാനേജ്മെന്റ് ഓഫ് ഫാംസ് ആൻഡ് ഫാം ആനിമൽസ്. അപ്പം ഈ ആനിമൽ ഹസ്ബൻഡറി അത്
പോലെ നമ്മൾ അതിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഫാംസ് ഒക്കെ മാനേജ് ചെയ്തുകൊണ്ട് നടക്കുന്നത്, എങ്ങനെയാണ് ഇതുപോലെയുള്ള ഫാം ആനിമൽസിനെ മാനേജ് ചെയ്യുന്നത്, അവർക്ക് വേണ്ട ഫുഡ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്തത് പറയുന്നത്. ഇപ്പൊ ഡയറി ഫാം മാനേജ്മെന്റ്. ഇപ്പം ഡയറി ഫാം മാനേജ്മെന്റ് ഞാൻ പറഞ്ഞു, കൗസിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ റയർ ചെയ്തുകൊണ്ട് വരുന്നത്. എന്തിനു വേണ്ടിയിട്ട്? മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഡയറി എന്നുള്ള വാക്ക് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒന്നാണ്, അത് മിൽക്കിനായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. മിൽക്ക് yield is primarily depend on the quality of breeds in the farm. അപ്പൊ എങ്ങനെയാണ് ഒരു ഫാമിലെ ബ്രീഡ് ഏത് ടൈപ്പ് ആണ്, അപ്പൊ അതനുസരിച്ചായിരിക്കും അവർ തരുന്ന മിൽക്കിന്റെ ഒരു ഈൽഡും ആ മിൽക്കിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നതൊക്കെ. ഓക്കെ, അപ്പം ഇപ്പം ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു ടൈപ്പ് എന്ന് പറയുന്നത് വെച്ചൂരിയാണ്. അപ്പം അങ്ങനെയുള്ള കൗസ് എന്നൊക്കെ എടുക്കുന്ന പാലിന് കുറച്ചും കൂടി മിൽക്ക് പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അതുപോലെ ആ മിൽക്കിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നതും കൂടുതലായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇനി സെലക്ഷൻ ഓഫ് ഗുഡ് ബ്രീഡ്സ് ഹാവിംഗ് ഹൈ yielding പൊട്ടൻഷ്യൽ ആൻഡ് കമ്പൈൻഡ് വിത്ത് റെസിസ്റ്റൻസ് ടു ഡിസീസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഏതൊരു ഡയറി ഫാം മാനേജ്മെന്റിലായാലും ഇപ്പൊ പോൾട്രി ഫാമിങ്ങിലായാലും ഫിഷറീസിലൊക്കെ ആയാലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അവിടെ നമ്മൾ ഡിസീസ് ഫ്രീ ആയിട്ടുള്ള ഓർഗാനിസംസിനെ വേണം റയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ ഗുഡ് ഹൈ yielding ആയിട്ടുള്ള ഹൈ yielding പൊട്ടൻഷ്യൽ ഉള്ള ആനിമൽസിനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അവിടെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ. എന്നാലാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഡിസൈഡ് ടൈപ്പ് ഓർഗാനിസംസിനെ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ അവരേനെ വളർത്തുന്നത് വഴി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരുപാട് ഈൽഡും കിട്ടും. അതുപോലെ ആ ഈൽഡിന് അല്ലെങ്കിൽ അവർ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഹൈ ക്വാളിറ്റിയും കിട്ടും. ഓക്കെ, for the yield potential to be realized, the cattle have to be well looked after. They have to be housed well, should have adequate water and be maintained disease free. അപ്പൊ നമ്മൾ ഈ എടുക്കുന്ന ഇപ്പൊ കാറ്റിൽ നിന്ന് എടുക്കുന്ന ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ഇപ്പൊ ഈ മിൽക്ക് തന്നെ ആവട്ടെ, അപ്പൊ അത് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം, കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ അതിന് അഡിക്വേറ്റ് വാട്ടറും അതുപോലെ തന്നെ ഡിസീസ് ഫ്രീ കണ്ടീഷനൊക്കെയും പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് ഈ ഒരു ആനിമൽസിനെ സെലക്ട് ചെയ്യുന്ന കേസിൽ മാത്രമല്ല, അവരിൽ നിന്ന് എടുക്കുന്ന പ്രോഡക്ട്സിനെ കീപ്പ് ചെയ്യുന്ന കേസിൽ നമ്മൾ ഒരുപാട് മെഷർമെന്റ്സ് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഫാം മാനേജ്മെന്റ് നടത്താൻ വേണ്ടി പറ്റുക. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു പോൾട്രി ഫാം മാനേജ്മെന്റ്. അപ്പൊ പോൾട്രി ഫാം മാനേജ് ഇപ്പൊ ഡക്ക്, ചിക്കൻസ് അതൊക്കെയും അവരിനൊക്കെ റയർ ചെയ്യിപ്പിച്ചെടുക്കുന്ന, ടർക്കി, ഗീസ് അതിനൊക്കെ റയർ ചെയ്യിപ്പിച്ചെടുക്കുന്ന ഒരു ഫാമാണ് പോൾട്രി ഫാമിംഗ്. അപ്പൊ അവിടെയും എന്ത് ചെയ്യേണ്ടതാണ്, ഇപ്പൊ ഫാം മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴേ നമുക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്തൊക്കെ, ഇപ്പം അഡിക്വേറ്റ് വാട്ടർ ഫെസിലിറ്റീസ്, അതുപോലെ ഡിസീസ് ഫ്രീ എൻവയോൺമെന്റ്, അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നതാണ് ഈ ഫാം മാനേജ്മെന്റിൽ ഓൾറെഡി നമുക്ക് ഓർമ്മ വരേണ്ടതാണ്. അതുപോലെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്ന ഓർഗാനിസംസ് എന്ത് ചെയ്യണം, ഡിസീസ് ഫ്രീയും ആയിരിക്കണം. അപ്പൊ അതൊക്കെയും നമ്മൾ ഈ ഒരു ഫാം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അത് ഏതായാലും പോൾട്രി ഫാമിംഗ് ആയാലും ഇപ്പോ ഡയറി ഫാമിംഗ് ആയാലും രണ്ടിലും നമ്മൾ എടുക്കേണ്ട മെഷേഴ്സ് ആണ്. ഈ ഡിസീസ് ഫ്രീ ആയിട്ടുള്ള ഓർഗാനിസംസിനെ സെലക്ട് ചെയ്യണം എന്നുള്ളതും, ഡിസീസ് ഫ്രീ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം, വാട്ടർ അത്രയും പ്രൊവൈഡ് ചെയ്യണം, അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന ഫുഡ് സപ്ലൈ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി ആനിമൽ ബ്രീഡിങ്ങിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബ്രീഡിംഗ് ഓഫ് ആനിമൽസ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് ആനിമൽ ഹസ്ബൻഡറി. ആനിമൽ ഹസ്ബൻഡറിയിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് ബ്രീഡിംഗ്. ഇപ്പൊ ബ്രീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഹൈ ഈൽഡ് തരുന്ന രണ്ട് ഓർഗാനിസംസിനെ തമ്മിൽ ബ്രീഡ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇപ്പം നല്ല രീതിയിലുള്ള പ്രോഡക്ട്സ് തരുന്ന അല്ലെങ്കിൽ നല്ല ഈൽഡ് തരുന്ന വേറൊരു ഓർഗാനിസത്തിനെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഓർഗാനിസംസിനെയാണ് പിന്നീട് നമ്മൾ റയർ ചെയ്യിക്കുന്നത്. അപ്പൊ അതുവഴി എന്ത് ചെയ്യും, നമുക്ക് ഈൽഡ് കൂട്ടാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ഇപ്പൊ ആനിമൽ ഹസ്ബൻഡറിയിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. Animal breeding aims at increasing the yield of animals and improving the desirable qualities of the produce. അതായത് ആനിമൽ ബ്രീഡിങ്ങിൽ ഈ ബ്രീഡിംഗ് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്, ഒന്ന് ഡിസൈറബിൾ ക്വാളിറ്റി ഉള്ള ഓർഗാനിസംസിനെ കിട്ടാനും അതുപോലെ തന്നെ ഈൽഡ് കൂട്ടാൻ വേണ്ടിയിട്ടുമാണ്. ഇനി എങ്ങനെയൊക്കെയാണ് ഇങ്ങനത്തെ ഈ ബ്രീഡിംഗ് നടത്തുന്നത്, എന്തൊക്കെ ടൈപ്പ് ബ്രീഡിംഗ് ആണ് ഉള്ളത് എന്ന് നോക്കാം. When breeding is between animals of the same breed, it is called inbreeding. അതായത് സെയിം ആയിട്ടുള്ള ആ ഒരു സ്പീഷീസ് തന്നെയാണ് ബ്രീഡ് ചെയ്യിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെയിം ബ്രീഡിനെ തന്നെയാണ് ബ്രീഡ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിന് ഇൻബ്രീഡിങ് എന്ന് പറയാം.
ഇനി വൈൽ ക്രോസസ് ബിറ്റ്വീൻ ഡിഫറെന്റ് ബ്രീഡ്സ്, രണ്ട് ഡിഫറെന്റ് ബ്രീഡ് തമ്മിലാണ് ക്രോസ് ഇപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ഔട്ട് ബ്രീഡിംഗ് എന്നും പറയാം. അങ്ങനെ രണ്ട് ടൈപ്പാണ് ഉള്ളത്, ഒന്ന് ഇൻബ്രീഡിങ്ങും ഒന്ന് ഔട്ട് ബ്രീഡിങ്ങും. വെൻ ബ്രീഡിംഗ് ഈസ് ബിറ്റ്വീൻ ആനിമൽസ് ഓഫ് ദി സെയിം ബ്രീഡ് എന്ത് പറയും? ഇൻബ്രീഡിംഗ്. വെൻ ക്രോസിംഗ് ബിറ്റ്വീൻ ഡിഫറെന്റ് ബ്രീഡ്സ് ആർ കോൾഡ് ഔട്ട് ബ്രീഡിംഗ്. ഓക്കെ, അപ്പൊ ഈ ഇൻബ്രീഡിങ് ഔട്ട് ബ്രീഡിങ് അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, രണ്ട് ടെക്നിക്ക് ഉണ്ട് എന്നുള്ളത്. പിന്നെ ഇത് ഇപ്പം അത്രയും ഡിസ്ക്രൈബ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല, ഇത് ജസ്റ്റ് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിക്കുന്നത്. ഇനി ഇവിടെ വരുന്ന വേറെ ഒന്നാണ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ. However, continued inbreeding, especially close inbreeding, usually reduces fertility and even productivity. സെയിം ബ്രീഡിങ് ചെയ്യിപ്പിക്കുന്നത് വഴി, ഇൻബ്രീഡിങ് എന്നുള്ളത് നമുക്കറിയാം, സെയിം ബ്രീഡിനെ തന്നെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നത് വഴി ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ഓർഗാനിസം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം രണ്ടിനും ഒരേപോലത്തെ ആയിട്ടുള്ള ക്വാളിറ്റി തന്നെയായിരിക്കും ഉണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പ്രൊഡക്ടിവിറ്റി ഫെർട്ടിലിറ്റിയും അങ്ങനെ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പൊ അതിനെ പറയുന്നതാണ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ എന്ന്. ഓക്കെ, അപ്പൊ ആ ഒരു ടേം മനസ്സിലാക്കി വെക്കാം. ഇനി ഇപ്പൊ ഹോമോസൈഗോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഒരു ടേം ആയിരുന്നു. അപ്പം ഹോമോസൈഗോസിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻബ്രീഡിങ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഡൊമിനന്റ് ആയിട്ട് നിൽക്കുക ഈ ഹോമോസൈഗോസിറ്റി ആണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കാം. പിന്നെ ഈ ഇൻബ്രീഡിങ് ഡിപ്രഷൻ അതൊരു ടേം ആണ്, അപ്പൊ അത് എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്തത് വേറെയും കുറെ ബ്രീഡിങ് ടൈപ്സ് ഉണ്ട്. ഈ ഔട്ട് ബ്രീഡിങ്ങിൽ വരുന്നതാണ്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഔട്ട് ബ്രീഡിങ് ഇസ് ദ ബ്രീഡിങ് ഓഫ് അൺറിലേറ്റഡ് ആനിമൽസ്. അൺറിലേറ്റഡ് ആയിട്ടുള്ള ആനിമൽസിനെ തമ്മിൽ ബ്രീഡിപ്പിക്കുന്നതാണ് ഔട്ട് ബ്രീഡിങ് എന്ന് പറയുന്നത്. ഔട്ട് ക്രോസിംഗ്, this is the practice of mating of animals within the same breed. സെയിം ബ്രീഡിനെ തമ്മിൽ മെയ്റ്റിപ്പിക്കുക എന്നുള്ളതാണ് ഔട്ട് ക്രോസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, then cross breeding. In this method, superior males of one breed are mated with the superior females of another breed. ഒരു ബ്രീഡിലെ സുപ്പീരിയർ മെയിൽസും വേറൊരു ബ്രീഡിലെ സുപ്പീരിയർ ഫീമെയിൽസിനെയും തമ്മിൽ മെയ്റ്റിപ്പിക്കുക, അതാണ് ക്രോസ് ബ്രീഡ് എന്ന് പറയുന്നത്. Then interspecific hybridization. Interspecific hybridization എന്ന് പറയുന്നത്, in this method male and female animals of two different related species are mated. രണ്ട് ഡിഫറെന്റ് റിലേറ്റഡ് സ്പീഷീസിനെ തമ്മിൽ അവരുടെ ഫീമെയിൽസിനെയും മെയിൽസിനെയും തമ്മിൽ ബ്രീഡിപ്പിക്കുന്നതാണ് ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ എന്നുള്ളത്. ഓക്കെ, ഇനി ഈ ഒരു ക്രോസ് ബ്രീഡിങ് എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അതിന്റെ എക്സാമ്പിൾസ് ആണ് ഹിസാർഡെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷീപ്പ്, അതിങ്ങനെ ക്രോസിങ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ക്രോസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സുപ്പീരിയർ ഫീമെയിൽ ഒരു ബ്രീഡിൽ നിന്ന് എടുക്കും, സുപ്പീരിയർ മെയിൽ വേറെ ബ്രീഡിൽ നിന്ന് എടുക്കും, എന്നിട്ടാണ് അവരെ തമ്മിൽ മെയ്റ്റിപ്പിക്കുന്നത്. അപ്പൊ ഈ ഹിസാർഡിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഷീപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് ക്രോസിംഗ് വഴി ഉണ്ടായതാണ്, ക്രോസ് ബ്രീഡിങ് വഴി ഉണ്ടായതാണ്. അപ്പൊ അത് ഏതൊക്കെ തമ്മിലാണ് ക്രോസ് ബ്രീഡിങ് നടത്തിയിരിക്കുന്നത്? ബിക്കനേരി ഈവ്സിനെയും അതുപോലെ മെറീനോ റാംസിനെയും തമ്മിൽ ക്രോസ് ബ്രീഡിങ് നടത്തിയപ്പോഴാണ് ഇങ്ങനെ ഹിസാർഡെയിൽ ഷീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഫോം ചെയ്തത്. അപ്പൊ അത് ഒരു എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കി വെക്കണം. അതുപോലെ തന്നെ കൺട്രോൾഡ് ബ്രീഡിങ് എക്സ്പെരിമെന്റ്സ് ആർ ക്യാരിഡ് ഔട്ട് യൂസിങ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഇപ്പൊ നമുക്കറിയാവുന്ന ഒരു ടെക്നിക്കാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, നമ്മൾ കേട്ടിട്ടുണ്ടാകും. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വഴി ചെയ്യുന്ന ഒന്നാണ് കൺട്രോൾഡ് ബ്രീഡിങ് എക്സ്പെരിമെന്റ്സ്. The semen is collected from the male that is chosen as a parent, injected into the reproductive tract of a selected female of the breeder. അവിടെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നത് നമ്മളാണ്, അതായത് സെമൻ കളക്ട് ചെയ്തിട്ട് ഒരു ഫീമെയിലോട്ട് റീപ്രൊഡക്റ്റീവിന്റെ ട്രാക്ട്, അതായത് ഫീമെയിലിന്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്ടിലോട്ട് ഇൻജക്ട് ചെയ്യുന്നത് നമ്മളാണ്. അപ്പം അങ്ങനെ ചെയ്യുന്നത് വഴി എന്ത് ചെയ്യാൻ പറ്റും? ഡിസൈറബിൾ ആയിട്ടുള്ള മേറ്റിങ്സ് നമുക്ക് നടത്താൻ വേണ്ടി പറ്റും. അതുവഴി എന്ത് ചെയ്യാൻ പറ്റും? ഡിസൈറബിൾ ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ടാകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി മൾട്ടിപ്പിൾ ഓവല്യൂഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി, മോയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടെക്നോളജി is one such program for herd improvement. ഓക്കെ, ഈ ഒരു പ്രോഗ്രാം എന്നുള്ളത്, അതായത് ഈ മൾട്ടിപ്പിൾ ഓവലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി മോയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം തന്നെ ഉള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊഡക്ഷൻ, അപ്പൊ ഹൈബ്രിഡ്സിനെ
പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരുപാട് പ്രൊഡക്ടിവിറ്റി ഉള്ള ഹൈബ്രിഡ്സിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. In this method, a cow is administered hormones with FSH-like activity to induce follicular maturation and super ovulation instead of one egg. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്കറിയാം മെൻസ്ട്രേഷൻ സൈക്കിൾ നടക്കുന്ന സമയത്ത് ഒരു സൈക്കിൾ കൂടി ഒരു എഗ്ഗാണ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. പക്ഷെ FSH പോലെയുള്ള ഹോർമോൺസ് കൊടുക്കുന്നത് വഴി ഒന്നിൽ കൂടുതൽ എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അത് വെച്ച് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടത്താൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തെടുക്കുന്ന ഒരു പ്രോഗ്രാം ആണ് എന്ത് മൊയ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ മൊയ്റ്റിന്റെ ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ്. എന്താണത്? മൾട്ടിപ്പിൾ ഓവുലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ മൾട്ടിപ്പിൾ ഓവുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടേം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം എന്താണ്, അതില് ഇപ്പൊ FSH പോലെയുള്ള ഹോർമോൺസ് കൊടുത്തിട്ട് അവിടെ ഒരു മെൻസ്ട്രൽ സൈക്കിൾ തന്നെ ഒരുപാട് ഓവംസ് പ്രൊഡ്യൂസ് ചെയ്യും. അറൌണ്ട് ഒരു 6 to 8 ഓവംസ് വരെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു ഇപ്പം ഇതുപോലെ കൗസിനെ അതുപോലെ തന്നെ ചിക്കൻസിനെ മാത്രമല്ല റയർ ചെയ്യിപ്പിക്കുന്നത്, അവിടെ ബീ പോലെയുള്ളതിനെ റയർ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഹണി പോലെയുള്ളതൊക്കെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ ബീസിനൊക്കെ കൾച്ചർ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് അപ്പിക്കൾച്ചർ. ഈ അപ്പിക്കൾച്ചർ എന്ന് പറയുന്നത് ദ മെയിൻ്റനൻസ് ഓഫ് ഹൈവ്സ് ഓഫ് ഹണി ബീസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഹണി. ഹൈവ് എന്ന് പറയുന്നത് എന്താണ്? ഹണി ബീസിന്റെ കൂടാണ്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഹണി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഇതിനെ പറയുന്ന പേരാണ് ബീ കീപ്പിംഗ്. It has been an age-old cottage industry. Honey is a food of high nutritive value. അപ്പൊ ഹണിക്ക് എന്താണ് പ്രത്യേകത? അതിന് ഹൈ ന്യൂട്രിറ്റീവ് വാല്യൂ ഉള്ള ഒന്നാണ്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ എന്ത് ചെയ്യുന്നത്? റയർ ചെയ്യിപ്പിക്കുന്നത്. ഫണ്ട്സ് യൂസ് ഇൻ ദ ഇൻഡിജിനസ് സിസ്റ്റം ഓഫ് മെഡിസിനിൽ വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഹണീനെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കോസ്മെറ്റിക്സ് ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹണി കുറച്ച് മോസ്റ്റ് വാല്യൂ പ്രോഫിറ്റ് വാല്യൂ ഉണ്ടാക്കി തരുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഈ അപ്പിക്കൾച്ചർ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. ദ ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഓഫ് ഹണി ഹാസ് ലെഡ് ടു ലാർജ് സ്കെയിൽ ബീ കീപ്പിംഗ് പ്രാക്ടീസസ്. ഇപ്പം ഈ ഹണിയുടെ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് അതിന്റെ ബീ കീപ്പിംഗ് പ്രാക്ടീസസിൽ ലാർജ് സ്കെയിൽ ബീ കീപ്പിംഗ് പ്രാക്ടീസസ് ചെയ്തു വരുന്നുണ്ട്. It has become an established income generating industry, whether practiced on a small or on a large scale. ഇപ്പൊ സ്മോൾ സ്കെയിൽ ആയാലും ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആയാലും ഇതുപോലെ ഇപ്പം അപ്പിക്കൾച്ചർ സ്മോൾ സ്കെയിൽ ആയിട്ട് ചെയ്താലും ലാർജ് സ്കെയിൽ ആയിട്ട് ചെയ്താലും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് അത്രയും കൂടുതലായിരിക്കും, പ്രോഫിറ്റ് അത്രയും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു അപ്പിക്കൾച്ചറിലെ മെയിൻ ആയിട്ടും റയർ ചെയ്യിപ്പിക്കുന്ന ഒരു സ്പീഷീസ് എന്ന് പറയുന്നത് എപ്പീസ് ഇൻഡിക്ക എന്ന് പറഞ്ഞിട്ടുള്ള സ്പീഷീസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് അതിന് മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. അടുത്തത് ഫിഷറീസിനെ പറ്റിയിട്ടാണ്. ഫിഷറി ഈസ് ആൻ ഇൻഡസ്ട്രി ഡിവോട്ടഡ് ടു ദ കാച്ചിങ്, പ്രോസസിങ് ഓർ സെല്ലിംഗ് ഓഫ് ഫിഷ്. ഫിഷിനെ കാച്ച് ചെയ്യുക, അതിനെ പ്രോസസ് ചെയ്യുക, സെല് ചെയ്യുക, അതൊക്കെ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയാണ് ഫിഷറീസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെയും നമുക്ക് ഇതുപോലെ തന്നെ ഡിസൈറബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഫിഷസിനെ തമ്മിൽ ബ്രീഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് അതിനും ക്വാളിറ്റി ഉള്ള പ്രൊഡക്ടിവിറ്റി ഉള്ള ഫിഷസിനെ നമുക്ക് ഫിഷ് സ്പീഷീസിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ കട്ട്ല, റോഹു എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെയും കാപ്സ് ആണ്. അതായത് അത്രയും പ്രോഫിറ്റ് വാല്യൂ ഉണ്ടാക്കുന്നതാണ് ക്രാബ്സ്. അപ്പം ഈ കട്ട്ല, റോഹു അതുപോലെയുള്ളതിനൊക്കെ നമുക്ക് ഇതുപോലെ റയറിപ്പിച്ചുകൊണ്ട് പ്രോഫിറ്റ് വാല്യൂ കൂട്ടിയെടുക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഇവിടെ യൂസ് ചെയ്തുകൊണ്ട് വരുന്നത് കൂടുതലും ഹിൽസ, സാഡൻസ്, മാക്കറൽസ്, പോംഫ്രറ്റ്സ് ഒക്കെയാണ്. അപ്പൊ ഫിഷറി എന്താണ്? ഒരു നല്ലൊരു ഫീൽഡാണ്. അതായത് ഇപ്പം ഏൺ ചെയ്യുന്ന ആ ഒരു ബേസിൽ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഫീൽഡ് തന്നെയാണ് ഫിഷറീസ് എന്ന് പറയുന്നത്. ഫിഷറി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു എക്കണോമി വാല്യൂ ഉള്ള ഒരു സംഭവമാണ്. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് ടു മില്യൺസ് ഓഫ് ഫിഷർമാൻ ആൻഡ് ഫാമേഴ്സ്. അപ്പം അതിൽ നിന്ന് ഒരുപാട് ഇൻകം കിട്ടുന്നുണ്ട്. ഇപ്പൊ ഫിഷർമാനായാലും ഇന്ത്യൻ എക്കണോമിനെ തന്നെ പിടിച്ചു നിർത്തുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് ഫിഷറീസിനെ പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ഫിഷറി എന്ന് പറയുന്നതും ലാർജ് സ്കെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. അക്വാകൾച്ചർ ആൻഡ് പിസികൾച്ചർ എന്ന് പറയുന്നത് ഒന്ന് അക്വാട്ടിക് പ്ലാന്റ്സിനെ റയറിപ്പിക്കാനും ഒന്ന് ആനിമൽസിനെ റയറിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. ബോത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് മറൈനിലുള്ള ഉണ്ടാകുന്ന കുറെ ഓർഗാനിസംസ് ഉണ്ട്, ഫ്രഷ് വാട്ടറിൽ ഉണ്ടാകുന്ന ഓർഗാനിസംസ് ഉണ്ട്. നമുക്കറിയാം, രണ്ടിനെ റയറിപ്പിക്കാൻ വേണ്ടി പറ്റുന്നതാണ് പറയുന്നത്. ഇനി ഇപ്പൊ
ഇപ്പൊ ബ്ലൂ റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടേം നമുക്ക് കേട്ടിട്ടുണ്ടാകും. ബ്ലൂ റെവല്യൂഷൻ എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്? ഈ ഒരു അക്വാട്ടിക് ഓർഗാനിസം, എഡിബിൾ ആയിട്ടുള്ള അക്വാട്ടിക് ഓർഗാനിസംസിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ആ ഒരു എയിം ആണ് മെയിൻ ആയിട്ട് ഈ ബ്ലൂ റെവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രീൻ റെവല്യൂഷൻ നമുക്കറിയാം അഗ്രികൾച്ചർ ബേസ്ഡ് ആണ് ഗ്രീൻ റെവല്യൂഷൻ. ബ്ലൂ റെവല്യൂഷൻ എന്തിനെ ബേസ്ഡ് ആണ്? ഈ ഫിഷറീസിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് പ്ലാൻ ബ്രീഡിങ് നമ്മൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിനെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. ഇനി നമ്മൾ ഇതുവരെയും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നോക്കാം, ഒരു ഓവർവ്യൂ ജസ്റ്റ്. അപ്പം നമ്മൾ പറഞ്ഞു ഫിസിക്കൾച്ചർ ഉണ്ട്, അക്വാകൾച്ചർ ഉണ്ട്. ഫിസിക്കൾച്ചർ ഇപ്പൊ ഫിഷറീസ് എന്ന് നമ്മൾ ഒരു ടേം പറഞ്ഞു. ഫിഷറീസ് എന്ന് പറഞ്ഞാലും ഫിഷിനെ റയറിപ്പിക്കുക എന്നുള്ള ഒരു ഫീൽഡാണ്. ഇനി ഫിസിക്കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതുപോലെ ഫിഷസിനെ റയറിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ബ്ലൂ റെവല്യൂഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഈ ഒരു ഫിഷറീസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഫിഷ് അല്ലെങ്കിൽ അക്വാട്ടിക് ഓർഗാനിസംസിനെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ബീ കീപ്പിംഗ് നമുക്കറിയാം, ഹണി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഫുഡിലായാലും മെഡിസിനിലായാലും. അപ്പൊ അതിന്റെ ഡിമാൻഡും കൂടുതലാണ്. എപ്പിസ് ഇൻഡിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബീനെ യൂസ് ചെയ്തിട്ട് ആ ഒരു സ്പീഷീസ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ ഹൈവ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഹണി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നല്ലൊരു ഇൻകം ആണ്. ഇപ്പൊ സ്മോൾ സ്കെയിൽ ആയിട്ട് തുടങ്ങിയാലും ലാർജ് സ്കെയിൽ ആയിട്ട് തുടങ്ങിയാലും നല്ലൊരു ഇൻകം ആണ് ഈ ബീ കീപ്പിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഒരുപാട് ബ്രീഡിംഗ് ടൈപ്സ്. ഒന്ന് ഇൻബ്രീഡിംഗ് പറഞ്ഞു, സെയിം ബ്രീഡിനെ തമ്മിൽ ബ്രീഡ് ചെയ്യിപ്പിക്കുക. ഔട്ട് ബ്രീഡിംഗ് പറഞ്ഞു, ഡിഫറെന്റ് ബ്രീഡ്സ് തമ്മിൽ ബ്രീഡ് ചെയ്യിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതായിരുന്നു ഔട്ട് ക്രോസിംഗ്, അതുപോലെ ക്രോസ് ബ്രീഡിംഗ്, ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ, അതുപോലെ കൺട്രോൾഡ് ബ്രീഡിംഗ് എക്സ്പെരിമെന്റ്സ്, ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അതൊക്കെയും. പിന്നെ അതുപോലെ മൾട്ടിപ്പിൾ ഓവലേഷൻ എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി മോയിറ്റ്, അപ്പൊ അതിന്റെ എക്സ്പാൻഷൻ പഠിക്കുക. അതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഇതൊക്കെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള രണ്ട് ഫാം മാനേജ്മെന്റ് ആണ്, ഒന്ന് ഡയറിങ് പിന്നെ ഒന്ന് പോൾട്രി. രണ്ടായാലും രണ്ടിലും സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഡിസീസ് ഫ്രീ ആയിട്ടുള്ള എൻവയോൺമെന്റ്, വാട്ടർ ഒരുപാട് നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ ഡിസീസ് ഫ്രീ ആയിട്ടുള്ള ഓർഗാനിസംസിനെ യൂസ് ചെയ്യണം, റെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫുഡ് നല്ല രീതിയിൽ കൊടുക്കണം. അപ്പൊ ഇതൊക്കെ തന്നെയാണ് രണ്ടിലും വരുന്നത്. ഡയറി എന്ന് പറയുമ്പോൾ കൗ അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. പോൾട്രി എന്ന് പറയുമ്പോൾ ചിക്കൻസ്, ടർക്കി അതുപോലുള്ള ആനിമൽസിനെ റയറിപ്പിച്ചെടുക്കുന്ന ഒരു ഇതാണ് പോൾട്രി ഫാം മാനേജ്മെന്റ്. ഇനി അടുത്തത് ആനിമൽ ഹസ്ബൻഡറി. നമ്മൾ മൊത്തമായിട്ട് പറഞ്ഞു, ഏതൊരു ആനിമൽ ആയാലും അതിനെ റയർ ചെയ്യിപ്പിക്കുക, അതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കുക, ഇതൊക്കെ വരുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കിനെ പറയുന്ന പേരാണ് ആനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഈ ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആയി വരാൻ കാരണം എന്താണ്? അതായത് ഹ്യൂമൻ പോപ്പുലേഷന്റെ സൈസ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഫുഡ് പ്രൊഡക്ഷൻ കൂട്ടേണ്ട ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലുള്ള ആനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു പ്രോസസ്സിന് ഇത്രയും ഇമ്പോർട്ടൻസ് കിട്ടിയത്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നെ ചില ബ്ലൂ റെവല്യൂഷൻ എന്താണ്, അതുപോലെ ഇപ്പം ഫിസിക്കൾച്ചർ എന്ന് പറയുമ്പോൾ അത് എന്തായിട്ട് റിലേറ്റഡ് ആണ്, ആനിമൽ ഇപ്പം എപ്പികൾച്ചർ എന്ന് പറയുമ്പോൾ അത് എന്തായിട്ട് ബന്ധപ്പെട്ടതാണ്, ഡയറി ഫാം മാനേജ്മെന്റ് അല്ലെങ്കിൽ ഡയറി ഫാം എന്ന് പറയുമ്പോൾ അത് എന്തായിട്ട് റിലേറ്റഡ് ആണ്, അതുപോലെ തന്നെ പോൾട്രി ഫാം അത് എന്തായിട്ട് റിലേറ്റഡ് ആണ്. ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ മെയിൻ ആയിട്ടും മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പം പിന്നെ അതുപോലെ തന്നെ ഇതിൽ മോയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഒരു അബ്രീവിയേഷൻ ആണ്. അപ്പൊ അതിന്റെ എക്സ്പാൻഷൻ ഒക്കെയും പഠിച്ചു വെക്കാം. അതുപോലെ തന്നെ ബ്രീഡിംഗ് ടെക്നിക്സ് നമ്മൾ കുറച്ചധികം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെന്താന്ന് മനസ്സിലാക്കി വെക്കാം. അതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പം അതൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഇതുപോലെയുള്ള അബ്രീവിയേറ്റഡ് ഫോംസ് അതൊക്കെ നോക്കി വെക്കുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള രീതിക്കാണ് പഠിക്കേണ്ടത്. ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ രീതിക്കൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് ക്യുവറ്റ് UGയിലായാലും അതുപോലെ തന്നെ PSCയിലായാലും ചോദിക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. പിന്നെ ക്യുവറ്റ് UGയുടെ എക്സാമിനേഷൻ ഡേറ്റ്സ് ഒക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് കുറച്ച് ഈസി ആയിട്ടുള്ള പോർഷൻ ആണ്. ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന പോർഷൻ ആണ്. ഇത് ഒരിക്കലും വിട്ട് കളയരുത്. അപ്പൊ നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് ഇതൊന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത് കൂടുതൽ ഫോക്കസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോ വേറെ എന്തെങ്കിലും ആയിട്ട് ഇപ്പോൾ കറണ്ട് അഫയേഴ്സിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കി വെക്കുക. അത്രയൊക്കെയാണ് ഇതിൽ ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.